തൃശ്ശൂരാണ് സ്വദേശം. പ്രൊഫഷണലി ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. 1993 മുതൽ അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയതാണ്. ഇന്ന് ഈ നവംബർ 31 വർഷവും എന്റെ പ്രൊഫഷനിൽ വന്നിട്ട് വളരെ യാദൃശ്യമായി ബിസിനസ്സിൽ കടന്നു വന്നു. ഒരു സുഹൃത്താണ് ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തിയത്. അദ്ദേഹം ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തി പിന്നീട് അധിക വരുമാനത്തിന് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇതിന്റെ ട്രെയിനിങ്ങും പ്രോഗ്രാമുകളും അറ്റൻഡ് ചെയ്തപ്പോൾ ഇത് വളരെ തിരിച്ചറിവുകൾ എനിക്കുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ എന്റെ പ്രൊഫഷനിൽ അന്ന് ബിസിനസ് ശാസ്ത്രം പറയുമ്പോൾ 25 വർഷമായിരുന്നു. അന്ന് ഒരു എക്സ്ട്രാ ഇൻകം ലിസ്റ്റ് വന്നെങ്കിൽ ഞാൻ അവിടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പോയപ്പോൾ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, ഒറ്റയ്ക്ക് പണിയെടുത്ത് വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒന്നും നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കില്ല. ഇവിടെ ഞാൻ എത്ര കൊല്ലം പ്രാക്ടീസ് ഉണ്ടെങ്കിലും, ഞാൻ 2-3 ബാങ്കുകളുടെ ലീഗൽ അഡ്വൈസർ ആയിരുന്നു. പക്ഷെ അത് എത്ര ബാങ്കിനുണ്ടെങ്കിലും ഞാൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്റെ കുടുംബത്തിന് വരുമാനമുള്ളൂ. ഇവിടെ ശക്തമായിട്ട് പ്രവർത്തിച്ചാൽ ഞാൻ ഇല്ലെങ്കിൽ പോലും എന്റെ കുടുംബത്തിലേക്ക് വരുമാനം എത്തുമെന്നതാണ് ഞാൻ ഈ ബിസിനസ് തുടങ്ങിയ സമയത്ത്. ലീഗലാണെന്നാണ് ഞാൻ ആദ്യം നോക്കിയത്. അന്ന് അവൈലബിൾ ആയിട്ടുള്ള രേഖകളും നമുക്ക് കിട്ടുന്ന വരുമാനം ടാക്സ് ഡിഡക്ട് ചെയ്തിട്ടും ഉൽപ്പന്നങ്ങളെല്ലാം ടാക്സ് കൊടുത്തിട്ടാണെന്നുള്ള തിരിച്ചറിവുമ്പോൾ ശക്തമായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. പാർട്ട് ടൈം ആയിട്ടാണ് തുടങ്ങിയെങ്കിൽ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഇതൊരു കരിയറായിട്ട് ഏത് തെരഞ്ഞെടുപ്പും തീരുമാനിച്ചപ്പോൾ MIA വിഷയത്തിനൊപ്പം നിൽക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. ഇന്ന് ഒരു ബുള്ളറ്റ് മോഡലുകൾ മേടിക്കാൻ ആഗ്രഹിച്ചാണ് ഞാൻ ഈ ബിസിനസ്സിൽ കടന്നു വന്നെങ്കിൽ ഇന്ന് സഞ്ചരിക്കുന്നത് 26 ലക്ഷം പേരുടെ HIP സെവന്റുകൾ എന്ന് പറഞ്ഞ കാരണം ഇന്ന് ശക്തമായിട്ട് ഏറ്റെടുക്കുക. നിങ്ങൾക്ക് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടെങ്കിൽ ഇന്ന് ലീഗലായിട്ടും എത്തിക്കലായിട്ടും ആ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏക അവസരമാണ് ഡയറക്ടറി. അതിൽ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള കമ്പനിയാണ് MIA എന്നുള്ള കമ്പനി. ഏറ്റെടുക്കുക, നന്നായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക. ഞാൻ അഡ്വക്കേറ്റ് ആയതുകൊണ്ടല്ല ഇതിൽ വിജയിച്ചത്. ഞാൻ എന്റെ ലീഗേഴ്സ് പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യാനും അത് മനസ്സിലാക്കാനും ശ്രമിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഏതൊരു സാധാരണക്കാർക്കും വിജയിക്കാൻ സാധിക്കും. ശക്തമായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ